മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന വെടിക്കെട്ട് ലൈസൻസി ഉടമ മുണ്ടത്തിക്കോട് സതീഷ് മരിച്ചു. അപകടത്തിൽ സതീഷിന് 90% പൊള്ളലേറ്റിരുന്നു. അതേസമയം ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 15 ആയി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൃശൂർ മെഡിക്കൽ കോളേജിൽ അതീവ തീവ്ര വിഭാഗത്തിൽ സതീഷ് ചികിത്സയിലായിരുന്നു. 90% പൊള്ളലായിരുന്നു സതീഷിന് ഏറ്റത്. 13 വർഷത്തോളമായി വെടിക്കെട്ട് നിർമ്മാണ മേഖലയിൽ സതീഷ് സജീവമായിരുന്നു. ഇത്തവണ തിരുവമ്പാടിയുടെ കരാർ ഏറ്റെടുത്ത് നടത്തുമ്പോഴാണ് ഈ മഹാദുരന്തം സംഭവിച്ചത്. ഏതെങ്കിലും തരത്തിൽ ജീവൻ തിരിച്ചു ലഭിക്കണേ എന്നായിരുന്നു സതീഷിന്റെ കുടുംബത്തിന്റെ പ്രാർത്ഥന. പ്രശസ്തനായ അച്ഛൻ മണിപ്പാപ്പന്റെ ചുവട് പിടിച്ചാണ് സതീഷ് വെടിക്കെട്ട് നിർമ്മാണത്തിലേക്ക് എത്തിയത്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കുടുംബമാണ് സതീഷിൻ്റേത്. അതേസമയം അപകട സ്ഥലത്ത് ഇന്ന് നടത്തിയ പരിശോധനയിൽ വീണ്ടും ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. കൂടുതൽ പോലീസിനെ വിന്യസിച്ചായിരുന്നു ഇന്ന് പരിശോധന നടത്തിയത്. ശരീരഭാഗങ്ങളുടെ DNA പരിശോധന പുരോഗമിക്കുകയാണ്. അപകടത്തെ തുടർന്ന് ഇപ്പോൾ 3 പേരാണ് അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. കൈരളി ന്യൂസ്, തൃശൂർ.